നവംബർ 18 തിങ്കളാഴ്ച. ലൂക്ക 18:35 മുതൽ 43 വരെ വാക്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഡോക്ടറിനെ കാണാൻ പോയി. അപ്പോൾ റിസപ്ഷൻ റൂമിലിരുന്ന ആൾ ഒരു പുഞ്ചിരിയോടെ ഒരു ലളിതമായ ചോദ്യം ചോദിച്ചു. ഗുഡ് മോർണിംഗ്, ഇന്ന് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുക? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വാട്ട് ഡു യു വാണ്ട്? ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഞാൻ അവിടെ പോയതിനാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്ക് എളുപ്പമായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ എന്തിനാണ് അവിടെ ചെന്നതെന്നും ആരുടെ സഹായമാണ് ആവശ്യമെന്നും ഓർമ്മിക്കാൻ എനിക്ക് തലചൊറിയേണ്ടി വന്നില്ല. എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് അവരോട് കൃത്യമായി പറഞ്ഞു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു അന്ധനായ ബാർട്ടിമോസിനെ സുഖപ്പെടുത്തിയ കഥ നാം കേൾക്കുന്നു. ആ സമയങ്ങളിൽ അന്ധത ബാധിച്ചവരെ സമൂഹത്തിന് പുറത്താക്കപ്പെട്ടവരായി കണക്കാക്കുകയും അവർ പലപ്പോഴും ജീവിക്കാൻ വേണ്ടി യാചിക്കുകയും ചെയ്തിരുന്നു. യേശു പട്ടണത്തിലുണ്ടെന്ന് കേട്ടപ്പോൾ ദൈവപുത്രന് തന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ബാർട്ടിമേയുസ് അറിഞ്ഞു. യേശുവിന് കാഴ്ച നൽകാൻ സാധിക്കുമെന്ന് അവന് വിശ്വാസമുണ്ടായിരുന്നു. പലസ്തീൻ ദേശത്തുടനീളം യേശു ചെയ്തിരുന്ന എല്ലാ അത്ഭുതങ്ങളെയും കുറിച്ച് ബാർട്ടിമേയുസ് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു അത്ഭുത പ്രവർത്തകൻ അല്ലെങ്കിൽ രോഗശാന്തി നൽകുന്നവൻ എന്ന നിലയിൽ യേശുവിൻ്റെ പ്രശസ്തി അദ്ദേഹത്തിൻ്റെ മുമ്പേ എല്ലായിടത്തും പ്രചരിച്ചു. യേശുവിൻ്റെ അടുക്കൽ എത്തുന്നതിൽ നിന്ന് ബാർട്ടിമേയുസിനെ തടയാൻ ചിലർ ശ്രമിച്ചെങ്കിലും അവൻ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തിയില്ല. യേശുവിന് തന്നെ സഹായിക്കാൻ കഴിയുമെന്ന് അവനറിയാമായിരുന്നു. അവൻ്റെ ഉറച്ച വിശ്വാസത്തിന് പ്രതിഫലം ലഭിക്കാൻ പോവുകയാണ്. യേശു അവനോട് ചോദിച്ചത്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നാണ്. ബാർട്ടിമോസിന് തന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു. എന്നാലും അവൻ്റെ രോഗശാന്തി പ്രക്രിയയിൽ ഒരു പങ്ക് അവൻ്റെ തന്നെ വിശ്വാസമാണ് എന്ന് പ്രകടിപ്പിക്കാൻ യേശു അവനൊരു അവസരം നൽകിയതാണ്. ഒരു മടിയും കൂടാതെ, അവിശ്വാസത്തിൻ്റെ ഒരു കണികയും കൂടാതെ ബാർട്ടിമോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കണം, എനിക്ക് കാണണം. യേശു അവനോട് പറഞ്ഞു, നിൻ്റെ കാഴ്ച ലഭിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നിങ്ങളോടും എന്നോടും ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്കായി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിന് ഉത്തരം നൽകാൻ നമ്മൾ തയ്യാറാണോ? എന്താണ് യേശുവിനോട് നമ്മൾ ചോദിക്കുക? അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയമെടുക്കുമോ? അതോ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടോ? ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് അത് പ്രാർത്ഥനയിലൂടെ അവന് സമർപ്പിക്കാം. അതേസമയം ദൈവത്തിനിത് ചെയ്യാൻ കഴിവുണ്ടെന്നും അവൻ്റെ തീരുമാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുവെന്നും നമ്മൾക്ക് ഏറ്റുപറയാൻ സാധിക്കണം. ബാർട്ടിമോസിനെ പോലെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം ഉറച്ച് മനഃപൂർവ്വമായിരിക്കണം. കാരണം ദൈവകൃപയുടെ സിംഹാസന മുറിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റാൻ
പല ദൈനംദിന തടസ്സങ്ങളും ഉണ്ടാകാം. നമ്മുടെ ആവശ്യങ്ങളും ഹൃദയാഭിലാഷങ്ങളും യേശുവിന് നേരത്തെ തന്നെ അറിയാം. എന്നിരുന്നാലും പ്രാർത്ഥനയിലൂടെ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെന്ന് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നമുക്ക് പറയാൻ ഇടവരട്ടെ. അവൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.